ഹലോ, ഗുഡ് മോർണിംഗ്. കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറ്റുമെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാണ്. പിന്നെന്തായാലും എണീക്കുമ്പോൾ തന്നെ ഞാനത് തുടങ്ങിയിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ സമയം 6:40 ആവാൻ പോകുന്നു കേട്ടോ. 6:40 ആവാൻ പോകുന്നു. അപ്പം ഞാൻ എണീറ്റിട്ട് കുറച്ച് സമയം ഞാനൊരു അലാറം വെച്ചിട്ട് ഒരു 6 മണിക്ക് എണീറ്റിട്ടുണ്ടായിനെ. പിന്നെ എണീറ്റാൽ ഇപ്പം എല്ലാവരും ശീലം എന്ന് പറയുന്ന പോലെ എനക്കും ഫോൺ നോക്കൽ തന്നെയാണ് കേട്ടോ. എണീറ്റ് ഫോൺ നോക്കും, വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കും, പിന്നെ ഒന്ന് ഇൻസ്റ്റ നോക്കും, പിന്നെ നമ്മളെ യൂട്യൂബ് നോക്കും കേട്ടോ. പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടോ, അതേപോലെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യൂസ് കൂടിയിട്ടുണ്ടോ, എല്ലാം ഒന്ന് രാവിലെ തന്നെ നോക്കിയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ അതെല്ലാം നോക്കി എണീറ്റ് ബാത്റൂമിലെല്ലാം പോയി വന്ന് ഇനിയിപ്പം നേരെ അടുക്കളയിലേക്ക് കയറണം. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പം മക്കൾക്ക് കുറച്ച് നേരത്തെ പോകേണ്ടി വരും. അപ്പം ഇനിയിപ്പം അതിനുള്ള പരിപാടികൾ നോക്കണം. 2 ദിവസമായിട്ട് വലിയ മഴയൊന്നുമില്ല കേട്ടോ. പക്ഷെ രാത്രി ഇന്നലെ മഴ പെയ്തിനെന്നാണ് തോന്നുന്നത്. റോഡിലെല്ലാം കുറച്ച് വെള്ളം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അരി അരച്ച് വെച്ചിട്ടുണ്ട് വെള്ളയപ്പത്തിന്. അപ്പോൾ വെള്ളയപ്പം ചുടണം. എൻ്റെ വെള്ളയപ്പത്തിൻ്റെ പാത്രം പോയടോ, അതൊരു ശരിയില്ല, മോശമായിപ്പോയി. അതെനിക്ക് നമ്മളെ വീടിൻ്റെ കുടിയലിന് ആരോ തന്നതാണ് കേട്ടോ. പിന്നെ അപ്പോൾ കുറേ നാൾ ഉപയോഗിച്ചിനെ. ഇപ്പം അത് അതിലപ്പം ചുടുമ്പോൾ ഒരു ശരിയാവുന്നില്ല. അപ്പം ഞാൻ അപ്പുറത്ത് പോയിട്ട് വെള്ളയപ്പത്തിൻ്റെ ചട്ടി എടുക്കണം. അപ്പോൾ എന്തായാലും വേഗം ചട്ടി എടുത്തിട്ട് വരാൻ തോന്നും, എന്നിട്ട് അവൻ ബാക്കി പണികൾക്ക് കയറാം. മിറ്റടിക്കണം, ഫുള്ളും ചപ്പാണ്, റബ്ബറിൻ്റെ ചപ്പില്ലേ. മഴയെല്ലാണെങ്കിൽ അടിച്ചാൽ പോവില്ല. അപ്പം മഴയില്ലാത്ത നേരം വേഗം ഇതടിച്ച് വൃത്തിയാക്കണം. ഇപ്പം അതിന് നിന്നാൽ നേരം വൈകും കേട്ടോ. മഴയൊന്നുമില്ല കേട്ടോ. പക്ഷെ കണ്ട രാത്രി പെയ്തിനെന്ന് തോന്നുന്നു, അവിടെ വെള്ളം കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ അമ്മേൻ്റെ അടുത്തെത്തി. അപ്പോൾ അമ്മ ആലയിലാണ് ഉണ്ടായിന് കേട്ടോ, പശുവിൻ്റെ അടുക്ക. നമ്മളെ പശുവിന് വിശേഷമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു പുതിയ അതിഥി നമ്മളെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും. അങ്ങനെ അമ്മ ഇതാ പടിഞ്ഞാറ്റത്ത് പോയിട്ട് അപ്പച്ചട്ടിയിൽ എടുത്തിട്ട് വരുന്നുണ്ട്. അമ്മ അങ്ങനെ അപ്പാക്കൽ കുറവാണേ, അനുഷ വരുമ്പോൾ പിന്നെ ആക്കൽ. അപ്പോൾ അമ്മ എടുത്തിട്ട് വന്നിട്ട് ഇതാ കഴുകിയിട്ട് തരുന്നുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് കഴുകാമെന്ന് പറഞ്ഞിനി, എന്നാലും അമ്മ അത് കഴുകി തരുന്നുണ്ട്. എനക്കാണെങ്കിൽ ഇങ്ങനെ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആവിയിട്ടുകൊണ്ട് നിൽക്കലാന്ന് കേട്ടോ. അങ്ങനെ അമ്മയോട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞിങ്ങനെ നിന്നു. എന്നിട്ടാകുമ്പം പിന്നെ വേഗം വീട്ടിലേക്ക് പോയി കേട്ടോ. എന്തോ അമ്മയോട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അല്ല, കുട്ടാപ്പി അവിടെ കുളിച്ച് സുന്ദരക്കുട്ടപ്പനായിട്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടാപ്പീനോട് ഞാൻ എന്തോ വർത്തമാനം പറഞ്ഞതാണേ. അപ്പച്ചട്ടി കിട്ടി. കുട്ടാപ്പി രാവിലെ കുളിച്ച് സുന്ദരനായിട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ പോകാനാണ്, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും പിന്നെ ഇവിടെ അമ്മേരെ തറവാട്ട് വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് അരി കൊടുക്കും കേട്ടോ കുറച്ച്. അത് പണ്ടേ ഇല്ല ഒരു ഇതാണ്, ശീലമാണ്. അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ കൊടുത്തു ആരായാലും പിന്നെ വെള്ളിയാഴ്ച കൊണ്ട് കൊടുക്കും കേട്ടോ. കുട്ടാപ്പിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഓനാണ് ഇപ്പം പോക്ക്. പിന്നെ എന്നിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചോറ് ഉച്ചക്ക് കിട്ടും തോന്നും. പക്ഷേ നമ്മളങ്ങനെ പോലില്ല. പിന്നെ രാവിലെ അമ്പലത്തിൽ കൊണ്ടു കൊടുത്തിട്ട് വരുവയ്യ. അങ്ങനെ ഓനതാ പോകാൻ വേണ്ടിയിട്ട് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അമ്മ അരി എടുത്ത് കൊടുക്കുന്നത്. സമയം 6:55 ഞാൻ അവിടെ പോയിട്ട് വർത്തമാനം പറഞ്ഞ് നിന്നുപോയി. പിന്നെ എന്തായാലും വേഗം നമ്മളെ പരിപാടികളിലേക്ക് കിടക്കാം. നന്ദൂനെ വിളിക്ക്, പത്രവാർത്തയെല്ലാം എഴുതണ്ടേ. പൃഥ്വിയേട്ടൻ നേരത്തെ എണീറ്റ് കിടക്കുക കേട്ടോ, ഫോണും നോക്കി കിടക്കുന്നുണ്ട്. പണിയൊന്നുമില്ല, അതുകൊണ്ട് തിരക്കില്ലല്ലോ, ഫോൺ നോക്കി കിടക്കുന്നുണ്ട്. ഇനി നന്ദൂനെ വിളിച്ചെണീപ്പിക്കണം, പത്രവാർത്ത എഴുതാനുണ്ട്. പിന്നെ വെള്ളിയാഴ്ചയല്ലേ, വേഗം റെഡിയാകണ്ടേ. ഞാനെൻ്റെ അപ്പത്തിൻ്റെ കൂട്ടെന്തായി നോക്കട്ടെ. അപ്പോൾ
അപ്പോൾ അപ്പത്തിൻ്റെ കൂട്ട് അത്യാവശ്യം പൊങ്ങിയിട്ടെല്ലാം ഉണ്ട്, ഭയങ്കരമായിട്ട് പൊങ്ങിയിട്ടില്ല എന്നൊന്നും കേട്ടോ. എന്നാലും ചുടുമ്പോൾ നോക്കാം. പിന്നെ ഞാൻ എപ്പോൾ ഇത് അരച്ചിട്ട് വെക്കുമ്പം ഇതിൻ്റെ അടിയിൽ ഒരു പാത്രം വെക്കും. എപ്പോൾ ഒരു പ്രാവശ്യം എനിക്കിത് നല്ലോണം പൊന്തി പുറത്തേക്ക് മറിഞ്ഞു പോയിന് കേട്ടോ. അപ്പം നമ്മൾ ഈ സ്ലാബിലെല്ലാം അങ്ങ് ആവും. അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് ശേഷം ഈ ഒരു പാത്രം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതെടുത്ത് വെക്കും. അപ്പം മറിഞ്ഞാലും ഈ പാത്രത്തിലേക്കല്ലേ പോകുമല്ലോ. അപ്പം എന്തായാലും മറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നന്ദൂട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ്. ഇന്ന് ലേറ്റായി, സമയം 7 മണിയായി. ഇന്നലെ ഈ സമയമാകുമ്പോഴത്തേക്ക് എണീറ്റ് പത്രവാർത്തയെല്ലാം എഴുതി പല്ലെല്ലാം തേച്ച് റെഡിയായിന്. വേഗം പത്രം എടുത്തിട്ട് വന്നിട്ട് എഴുതി കേട്ടോ. അമ്മേൻ്റെ അടുത്ത് നിന്ന് പത്രം എടുത്തിട്ട് വരിക, എന്നിട്ട് പത്രവാർത്ത എഴുതണം. അപ്പം അതിപ്പോൾ ഒരു ശീലം, അത് അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ചെയ്തോളും. എന്നാലും എണീക്കണമെങ്കിൽ വിളിച്ചെണീപ്പിക്കണം. സ്വയം എണീറ്റ് വരുമൊന്നുമില്ല കേട്ടോ. സ്കൂളില്ല ദിവസം, രണ്ടാളും സ്കൂളില്ല ദിവസം എണീറ്റ് വരൂല. സ്കൂളില്ലാത്ത ദിവസം നമ്മൾ വിചാരിക്കൂലേ ഇന്ന് ലീവല്ലേ, കുറച്ച് സമയം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കൂലേ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ രണ്ടാളും തന്നെത്താനെ നേരത്തെ എണീറ്റ് വരും. അപ്പോൾ ചായക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിന് മുട്ട, നമുക്ക് വെള്ളയപ്പത്തിന് ഞാൻ മുട്ട റോസ്റ്റ് ആക്കാനാണ് വിചാരിക്കുന്നത്. റോസ്റ്റോ കറിയോ. മുട്ട വേഗം കുക്കറിൽ പുഴുങ്ങിയാൽ മുട്ട റോസ്റ്റ് പറ്റുമെങ്കിൽ പ്രദീപായിട്ടിനെ കൊണ്ട് ഉണ്ടാക്കിക്കാം. ആക്കുവാ മുട്ട റോസ്റ്റ്. വെള്ളയപ്പം മധുരം ഇട്ടിട്ടില്ല. അല്ല, വെള്ളയപ്പത്തിന് മധുരം ഇട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. എനിക്ക് കുറച്ച് മധുരം ഇടുന്നത് ഇഷ്ടമാണ്, പക്ഷെ ഈ പ്രതിയായിട്ടിന് ഇഷ്ടമല്ല. വെള്ളയപ്പത്തിന് വലിയ താല്പര്യം ഇല്ല അല്ലേ. കള്ള് ഈസ്റ്റ് ഇട്ടിന്. ചിലപ്പോൾ കള്ള് കിട്ടിയിട്ടുണ്ടെങ്കിൽ കള്ള് വെച്ചിട്ടാക്കും കേട്ടോ. ഞാൻ ഇന്ന് ഈസ്റ്റ് ഇട്ടിട്ടാണ് ആക്കീന്. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഇടലുണ്ടായിരുന്നു മുമ്പെല്ലാം ആക്കുമ്പോൾ. അപ്പോൾ ഈ പ്രതിയാട്ടം മധുരം എന്ന് പറയും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അമ്മേൻ്റെ മുട്ട റോസ്റ്റ് ഉച്ചക്ക വൈകുന്നേരമാക്കാം. നെയ്ച്ചോറ് നമുക്ക് രാത്രി ആക്കിയാലോ. പ്രതിയായിട്ട് മുട്ട റോസ്റ്റ് ആക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വേഗം അതിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി കൊടുക്കുവാണേ. അപ്പോൾ വേഗം ഉള്ളിയെല്ലാം മുറിച്ചിട്ടു. അപ്പോഴേക്ക് നന്ദു എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവള് വേഗം പോയി തക്കാളിയെല്ലാം എടുത്തിട്ട് വന്നിട്ട് എന്നെ കഴുകിക്കൊണ്ട് തരുവെല്ലാം ചെയ്തു. അങ്ങനെ വേഗം അതെല്ലാം മുറിച്ച് വെച്ചു. പിന്നെ പ്രതിയാട്ടൻ റോസ്റ്റ് ആക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. റോസ്റ്റ് എന്നല്ല, എന്ത് കറി ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. വല്ലപ്പോഴേ ഉണ്ടാക്കൂലൂ, എന്നാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഉള്ളിയും തക്കാളിയെല്ലാം മുറിച്ച് വെച്ചു. പിന്നെ പോയി നോക്കുമ്പോഴത്തേക്ക് ഇതാ ദേവൂട്ടി എണീറ്റിട്ടുണ്ടായിനെ. അങ്ങനെ പ്രതിയാട്ടൻ ഓളി എടുത്തിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കലാണ്. അപ്പോൾ ഉറക്കം ശരിക്കും അങ്ങ് തെളിഞ്ഞിട്ടുണ്ടായിട്ടില്ല. രാത്രിയിൽ ചൂടെടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ബനിയനെല്ലാം ഉരുക്കാനിട്ട് ട്രൗസർ മാത്രം ഇട്ടിട്ടാണ് കേട്ടോ കിടന്നുറങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ അച്ഛൻ കുറച്ച് നേരം ഇങ്ങനെ എടുത്ത് നടക്കണം, എന്നാലേ ഒന്ന് ശരിയാവുമല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ്റെയും മക്കളെയൊന്നും അനക്കമില്ലായിട്ട് ഞാനൊന്ന് പോയി നോക്കിയതാണ്. അപ്പം 3 കൂടി ഇത് ഇറയത്തിരിക്കുന്നുണ്ട്. അപ്പം പ്രതിയായിട്ട് നന്ദുവിൻ്റെ നഖം മുറിച്ച് കൊടുക്കുകയാണ് കേട്ടോ. 2-3 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നന്ദുവിൻ്റെ കാലിലെ നഖം വളർന്നിട്ടുണ്ട് എന്ന്. എനക്കായാലും സമയം ഉണ്ടായില്ല. സമയമില്ലേരം ഓർമ്മയുണ്ടാവില്ല, എന്തെങ്കിലും തിരക്കില്ല സമയത്തായിരിക്കും കേട്ടോ പറയുന്നുണ്ടാവുക. അച്ഛനും മക്കളും കൂടെ അവിടെ നഖം മുറിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം അതും നോക്കി നിന്നാൽ എൻ്റെ പണികൾ നടക്കൂല. ഞാനപ്പോൾ കറിക്കുള്ളത് മുറിച്ച് വെച്ചിട്ടുണ്ട്. കറി പ്രതിയായിട്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ മുട്ട ആയിട്ടുണ്ട്. മുട്ട ഇതാ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായി. അപ്പം ഞാൻ വീട്ടിൽ വന്നാൽ പിന്നെ അപ്പോഴത്തേക്ക് കുറച്ച് അപ്പം ചുട്ടു വെക്കാം. ഉപ്പ് ഞാൻ തലേ ദിവസം ഇട്ട് വെക്കുകയില്ല കേട്ടോ. നിങ്ങളെല്ലാം നേരത്തെ അരക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് വെക്കുമോ? ഞാൻ ദോശമാവിനായാലും തലേന്ന് അരച്ച് വെച്ചാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഉപ്പിടലില്ല കേട്ടോ. വെറുതെ ഒരു ഫ്ലവർ പോലെ ആക്കിയതാണ് കേട്ടോ. ദൈവൂട്ടിക്ക് കൊടുക്കാമല്ലോ. ദൈവൂട്ടിക്ക് ഇങ്ങനെയെല്ലാം കാണുമ്പോൾ കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് വരട്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കലാപരിപാടികളൊന്നും ചെയ്തത്. എഴുതിയാ? അല്ല, എഴുതി കഴിഞ്ഞില്ലേ അല്ലേ? നഖം മുറിച്ചാ? ഇനി വേഗം പല്ല് തേക്കുക, കുളിക്കുക, റെഡിയാവുക. പല്ല് തേപ്പും കുളിയെല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ അപ്പം ആക്കുക. ചില ദിവസങ്ങളിൽ അതിന് മുന്നേ കുടിക്കലുണ്ട്.
എല്ലാം റെഡി ആയിന്ന് അത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചോണേ. എല്ലാം റെഡി ആയിന്ന് കണ്ടാൽ ചില ദിവസം അമ്മയെ ഞാൻ ചായ കുടിച്ചിട്ട് കുളിച്ചോട്ടെ എന്ന് ചോദിക്കേ. അപ്പോൾ ദേവൂട്ടിക്കില്ല അപ്പം റെഡി ആവുന്നുണ്ട്. ദേവൂട്ടിക്ക് ഈ സ്കൂളിലേക്ക് ദേവൂട്ടിക്ക് അറിയാൻ അങ്ങനെ കൂട്ടാൻ സാധ്യതയില്ല കേട്ടാ. അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ അപ്പത്തിൻ്റെ മുകളിൽ തന്നെ മുട്ട കലക്കിയിട്ട് ഇങ്ങനെ തടയി കൊടുത്തിട്ട് മുട്ടയപ്പം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കി കൊടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. അപ്പം കൂട്ടത്ര ശരിയായിട്ടില്ലാന്ന് തോന്നട്ടെ. ഞാനിപ്പം കുറേ നാളായി വെള്ളയപ്പാക്കാത്ത. അതുകൊണ്ട് എനിക്ക് എല്ലാം മറന്നുപോയി. അതിൽ കൂട്ടുന്ന സാധനങ്ങളായാലും അളവായാലും എല്ലാം. അതുകൊണ്ട് അപ്പത്തിന് ആ ഒരു ഹോള് വരൂലേ, അതൊന്നും വരുന്നില്ല കേട്ടാ. എന്താണെന്ന് അറിയില്ല. സാരമില്ല, നമുക്ക് ദോശ പോലെ അങ്ങ് തിന്നാം. ദേവൂട്ടിൻ്റെ അപ്പം കരിഞ്ഞും പോയി. ഇപ്പം എൻ്റെ അപ്പം ശരിയായി വരുന്നുണ്ട് കേട്ടോ. ആ ഹോളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് ചുട്ടത് ആദ്യത്തെ ശരിയായിട്ടില്ല, ഇപ്പം ശരി വന്നിട്ട് കേട്ടാ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പോയി ദോശ പോലെ തിന്നാം. അപ്പം ഇപ്പം നല്ല ഹോളെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇപ്പം അപ്പത്തിൻ്റെ ലുക്കിലേക്ക് വന്നു. നോക്ക്, വെള്ളിയാഴ്ചയാണ്. എന്താ കറിയാ? എന്തെങ്കിലും കറിയാക്കി കൊടുക്കണം പോലും സ്കൂളിലേക്ക്. സ്കൂളിൽ 2-3 കറി ഉണ്ടാവും. അത് കൂടാണ്ട് സ്കൂളിലേക്ക് എന്തെങ്കിലും കറിയാക്കി തരും. എപ്പോഴൊന്നും ഇല്ല കേട്ടോ, എപ്പോഴെങ്കിലും ചോദിക്കും. അപ്പം സോയാബി ഉണ്ടെങ്കിൽ ഞാൻ സോയാബി ആക്കി കൊടുക്കലുണ്ടേ, ഇല്ലെങ്കിൽ മുട്ടയാക്കി കൊടുക്കും. ഇന്നിപ്പോൾ രാവിലെ മുട്ടയാണ്, പിന്നെ ഉച്ചക്കത്തേക്ക് മുട്ട ആക്കുന്നത്. രാവിലെ നല്ല വെയിൽ വരുന്നുണ്ട്. എൻ്റെ മുഖത്ത് വെയിലടിക്കുന്നുണ്ടോ? അപ്പം കുറച്ചെല്ലാം റെഡിയായി കേട്ടോ. സമയം 7:50 കറി വെക്കാന്ന് പറഞ്ഞ ആൾ ഇനിയും ഇവിടെ എത്തിച്ചില്ല. നേരത്തെ ഫോണും കൊണ്ട് നടക്കുന്നുണ്ട്. ആരോ കോൾ ചെയ്തിട്ട് കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കലാണ് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് എൻ്റെ അപ്പെല്ലാം റെഡിയായി. അപ്പം ഇപ്പം മിക്കവാറും തണിയും. ഇപ്പോഴത്തേക്കും കറിയാവുമോ എന്നാണ് സംശയം. പിന്നെ ഒന്നുമില്ല, മുട്ടയെല്ലാം പുഴുങ്ങി വെച്ചതാണ്. ഇനി ഉള്ളി ഇതെല്ലാം വഴറ്റി അതിലേക്ക് ഇടുകയോ വേണ്ടു. മിക്കവാറും ഞാൻ തന്നെ ഉണ്ടാക്കി വരുന്ന എനിക്ക് തോന്നുന്നു. ഉണ്ടാക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ എന്തായാലും ദേവൂട്ടിക്കില്ലേ മുട്ടയപ്പം ആക്കുവാന്ന് കേട്ടോ. അതും കൂടെ ആക്കി വെച്ചാലേ അപ്പത്തിൻ്റെ സെക്ഷൻ അങ്ങ് കഴിയുമല്ലോ. അപ്പം ഞാനതാക്കട്ടെ. ഹൃദയയുടെ മുട്ടക്കറി ആക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. റോസ്റ്റാ കറിയാ, ചാറില്ലാണ്ട് റോസ്റ്റ്. അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ കറിവേപ്പില ഇട്ടു, ഉള്ളി ഇട്ടു, എന്നിട്ട് വഴറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളെടുത്ത് കാണിക്കാൻ സമയമില്ല. ദേവനെ കുളിപ്പിക്കാൻ പോകുന്നേ. ഇനിയിപ്പോൾ ഇതിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ എന്താ പറയുക, അതെ ഹൃദയൻ്റെ കറി അങ്ങനെയാണ്. കൈമ എന്ത് കിട്ടുന്നോ അതെല്ലാം വാരിയിടും കേട്ടോ. കുരുമുളക് പൊടിച്ചതില്ല, കിട്ടിയതാണ്. അപ്പം ഇനി അത് വഴറ്റിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തക്കാളി, പിന്നെ കുറച്ച് പൊടികൾ എല്ലാം ഇട്ടിട്ട് ആക്കുക കേട്ടാ. നമ്മൾ യൂണിഫോം എല്ലാം ഇട്ടു. അമ്മേൻ്റെ കുഞ്ഞു വാവ അല്ലേ, കുളിക്കാൻ ഭയങ്കര മടിയാണ് ദേവൂട്ടിക്ക്. അപ്പോൾ കുളി കഴിഞ്ഞതിൻ്റെ ദേവൂട്ടി അപ്പം ഇതാ കുളി കഴിഞ്ഞതിൻ്റെ സങ്കടത്തിലാണ് കേട്ടോ. കുറേ കരഞ്ഞു. അപ്പോൾ യൂണിഫോമെല്ലാം ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതാ ഇന്നലെ മുതൽ ദേവൂട്ടി സുന്ദരി കുട്ടിയായിട്ട് തന്നെ പോലെ. ഇല്ലെങ്കിൽ ദേവൂട്ടി പൊട്ട് വെക്കാൻ വിടൂല, മുടി കെട്ടാൻ വിടൂല, പിന്നെ പിരികം പെരക്കാൻ വിടൂല അല്ലേ. ഇന്ന് സുന്ദരിയാവണ്ടേ? സുന്ദരി ചായ കുടിച്ചാ പറ്റേ ചായ കുടിച്ചാ. ഉണ്ടാക്കിയ അടിപൊളി മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്ദുവിൻ്റെ മുട്ടയും കറിയും എല്ലാം എടുത്തിട്ട് ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനോട് കാര്യമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ചായ കുടിക്കലാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം ഞാൻ ദേവൂട്ടിക്ക് ചായ കൊടുക്കാൻ വേണ്ടി പോയേ. ദേവൂട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ മുകളിലിങ്ങനെ കുറച്ച് മുട്ടയെല്ലാം തടവിയിട്ട് അങ്ങനെയാണ് ആക്കിയിട്ടുണ്ടായിനി. അപ്പോൾ സ്കൂളിലേക്ക് 2 കൊടുത്തയച്ചു, ബാക്കി ദേവൂട്ടിക്ക് കഴിക്കാനും കൊടുക്കുവാണേ. സൂപ്പറാ, സ്വയം പുകഴ്ത്തല് ഞാനാക്കിയതല്ലേ.
അപ്പം അത്ര പോരാന്ന് പറയേണ്ടതാണ്. എന്താ പറയാത്തെ? പീടികയിലെ പോലത്തത് എന്തായാലും ആവൂല. പീടികയിൽ ഞാനല്ലല്ലോ ആക്കുന്നത്. ഹൃദയന് ഇത് വലിയ ഇഷ്ടമല്ല കേട്ടാ. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ആക്കാത്തതും. പിന്നെ എപ്പവും ദേവ് പറയുന്നല്ലേ, എപ്പവും ദോശയോ നീക്കും ദേവു. ഇത് വെള്ളയപ്പാന്നല്ലേ ഇട്ടതിനാ. അപ്പോൾ ദേവുവിന് ഞാൻ കൊടുക്കട്ടെ. നന്ദു കഴിച്ച് കഴിഞ്ഞു. ഓള് റെഡി ആവുന്നുണ്ട്. ഇനി ഓൾക്ക് മുടി കെട്ടി കൊടുക്കണം. നെയ്ച്ചോറും ചിക്കനും രാത്രി ആക്കിയാൽ മതിയോ എന്നുള്ള ചർച്ചയിലാണ് ഞാനും പ്രതിയായിട്ടും. രാവിലെ മുതലേ എൻ്റെ മൂക്ക് വല്ലാണ്ട് ചൊറിയുന്നുണ്ട് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ മൂക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലാണ്ട് ജലദോഷ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് പ്രതിയാട്ടം പറഞ്ഞു, ഉച്ചയ്ക്ക് നെയ്ച്ചോറിലും തിന്നാൽ പിന്നെ ഭയങ്കര ഒരു മന്ദത പോലെയായിരിക്കും, അതുകൊണ്ട് രാത്രി ആക്കിയാൽ മതി. മക്കളും രാത്രിയല്ലേ ഉണ്ടാവുക. ഉച്ചക്ക് ചോറും പിന്നെ മീനുണ്ട്, അത് പതപ്പിക്കുകയും ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അതിൽ ഫിക്സ് ചെയ്തു കേട്ടോ. അപ്പം ഇനി ഇവർ പോയി കഴിഞ്ഞിട്ടാകുമ്പോഴേ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇനി എന്നാൽ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവില്ല കേട്ടോ. അതിന് അടിച്ചു വാരൽ, അലക്കൽ, മീൻ മുറിക്കൽ അതൊന്നും പിന്നെ കാണിച്ചു തരൊന്നും വേണ്ടല്ലോ. തിന്നപ്പം മുട്ടിയപ്പം പിന്നെ അതൊന്നും പിന്നെ കാണിക്കണ്ടല്ലോ. കറി വെക്കുമ്പോൾ കാണിക്കാം കേട്ടോ. എന്തായാലും മുടി കെട്ടി കൊടുക്കട്ടെ. അങ്ങനെ രണ്ടാളും റെഡിയായി. അപ്പം മുറ്റത്ത് നിറച്ചും ചപ്പായിട്ടാണ് പ്രതിയാട്ടം പറയുന്നത് കേട്ടോ. റബ്ബറിൻ്റെ ചപ്പ് വല്ലാണ്ട് വീഴുന്നുണ്ട് എന്ന്. അങ്ങനെ ആ പ്രതിയാട്ടം മക്കളെ കൊണ്ടാക്കാൻ സ്കൂളിലേക്ക് പോയി. അവർ പോയപ്പാടുന്ന് ഞാൻ വേഗം ഇതാ മുറ്റം ഫുള്ളടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ കാര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ആദ്യം ചപ്പ് പോകും, പിന്നെ എടുത്തുമ്പോൾ വന്നു. അങ്ങനെ കുറച്ച് സമയം നമ്മൾ വർത്താനം പറഞ്ഞിരുന്നു. സമയം 10:05 കേട്ടോ. മക്കളെല്ലാം വിട്ട് ഞാൻ പറഞ്ഞില്ലേ അടിച്ചു വാരി ഏട്ടനോട് വർത്താനം പറഞ്ഞിരുന്നു. അപ്പോൾ കമ്മിയും വന്ന് മൂന്നാളും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ് ആരെയും ഒരു പണിയും കഴിഞ്ഞില്ല കേട്ടോ. 10:05 സമയം. ഞാൻ ചായ കുടിച്ചില്ല. അപ്പം ഇനി ചുട്ടിട്ട് ഞാൻ ചൂടോടെ തിന്നാന്ന് വിചാരിച്ചിട്ട് ചായ കുടിച്ചില്ല കേട്ടോ. പ്രതിയായിട്ട് മക്കളെ കൊണ്ടാക്കിയിട്ട് വന്നില്ല, ഷേവ് ചെയ്യാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അലക്കാനുണ്ട്, നല്ല വെയിലുണ്ട്. അപ്പം മടി പിടിച്ചു കേട്ടോ. അതുകൊണ്ട് അലക്കാൻ മെഷീനിലിടാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വേഗം അമ്മേരോട് കൊണ്ടുപോയിട്ട് മെഷീനിൽ ഇട്ടിട്ട് വരട്ടെ. എന്നിട്ടാകുമ്പോൾ അപ്പം ചുട്ട് തിന്നാം. അപ്പം ഞാനിത് എനക്കില്ല അപ്പം ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ആണ് ശരിക്കും പെർഫെക്റ്റ് അപ്പമായി വന്നത്. കുറേ സമയമില്ല, ഇപ്പം എനിക്കൊന്ന് 10 മണിയായി. അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടെടുത്ത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിട്ടില്ലേ, പുറത്ത് തന്നെ വെച്ചിന്. അപ്പോഴത്തേക്ക് കൂട്ട് കുറച്ചും കൂടെ പൊന്തി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ട, നല്ല സൈഡെല്ലാം മുരിഞ്ഞ് നടുഭാഗം ഇതായിട്ട് നല്ല അടിപൊളി അപ്പമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടിതാ ഇത്രയും ബാക്കിയുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. നമുക്കിവിടെ അത്രയേ ആവശ്യമുള്ളൂ. പ്രതിയായിട്ടും ചിലപ്പോൾ 2 എണ്ണം, പണിക്കെല്ലാം പോകുന്ന ദിവസമാണെങ്കിൽ ഒറ്റൊന്നേ തിന്നൂല കേട്ടോ. ഇന്ന് 3 എണ്ണം എങ്ങാനും കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ നന്ദു 2 എണ്ണം, ദേവു 1, ഞാനും 2 അല്ലെങ്കിൽ 3 കേട്ടോ. അത്രയേ ആവശ്യമുള്ളൂ. അപ്പം ബാക്കി കൂട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നാളെ എടുക്കും. നാളെ ഞാൻ അപ്പാക്കൂല, ഇതിനെക്കൊണ്ട് വേറെ ആവിക്ക് വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ആക്കാനാണ് വിചാരിക്കുന്നത്. പക്ഷെ മധുരം ഇടണം. പ്രതിയാടിനോട് ചോദിക്കട്ടെ, മധുരത്തിന് വലിയ താല്പര്യമില്ല. എന്നാലും നാളെ എനിക്ക് കുറച്ച് തിരക്കില്ല ദിവസമാണ്. നാളെ പിന്നെ രാവിലെ എല്ലാ പണികളും ചെയ്യണം. അതുകൊണ്ട് വീഡിയോ എടുപ്പൊന്നും നടക്കില്ല. ഇല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെയാണ് ഞാൻ ആവിക്ക് വെച്ചിട്ട് ആക്കുന്ന അപ്പം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരായിരുന്നു. പക്ഷേ സമയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലോ മറ്റേ ഡിജി കേരളം എന്ന് പറഞ്ഞിട്ട് ഒരു സർവേയുടെ സംഭവം നടക്കുന്നില്ലേ. അപ്പം അതിൻ്റെ വളണ്ടിയർ ആയതുകൊണ്ട് നാളെ പിന്നെ ഇവിടെ അടുത്തുള്ള ഒരു ശിശുമന്ദിരമുണ്ട്. അപ്പോൾ രാവിലെ അവിടെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. പിന്നെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോരാളുടെ ഡീറ്റെയിൽസ് അവരെ ആപ്പിൽ പിന്നെ ടൈപ്പ് ചെയ്ത് കയറ്റി കൊടുക്കറോ അങ്ങനെ എന്തോ ആണ് പരിപാടി. അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം അവിടെ പോയി കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ എന്തായാലും നാളെ അതിന് പോകേണ്ടതുകൊണ്ട് രാവിലെ എല്ലാ പണികളും ഒരുക്കി വെച്ചിട്ട് വേണം പോകാൻ. മക്കൾക്ക് സ്കൂളും ഇല്ലല്ലോ. പിന്നെ പ്രതിയാടിന് പണിയില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഒരു സമാധാനമാണ്. അപ്പം നാളെ വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. നാളെ വീഡിയോ ഉണ്ടാവില്ല എന്നല്ല, നാളെ വീഡിയോ ഉണ്ടാവും. പിന്നെ നാളത്തെ വിശേഷമായിരിക്കില്ല കേട്ടോ. കുടിക്കട്ടെ. അപ്പം മീനിതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതാ കുഞ്ഞ് നത്തലാണ് കേട്ടോ. നല്ല ചോപ്പ് നത്തൽ. അതിൻ്റെ ഇടയിൽ വേറെ എന്തെല്ലോ കുഞ്ഞു കുഞ്ഞു മീനെല്ലാം ഉണ്ടേ. ഇതാ എല്ലാം മിക്സ് ആയിട്ടില്ല എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. അപ്പം ഇനി ഇത് മുറിച്ച് വെക്കണം. ചോറിന് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞി കലത്തിൽ വെക്കുന്നില്ല കേട്ടോ. ഉച്ചക്ക് അനക്കും പ്രതിയാടിന് മാത്രം മതിയല്ല. വൈകുന്നേരം നെയ്ച്ചോറല്ലേ ആക്കുന്നത്. അപ്പോൾ അതിനവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ ഞാൻ ചായ കുടിക്കാം. ചായ കുടിക്കട്ടെ. വെള്ളയപ്പം 2 വെള്ളയപ്പം എടുത്തിട്ടുണ്ട്. തിന്നിട്ടാകുമ്പോൾ വേണം കെടുക്കുക. പിന്നെ ഇതാ പ്രതിയായിട്ടിൻ്റെ സ്പെഷ്യൽ മുട്ട റോസ്റ്റ് ഉണ്ട്.
മുട്ട പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിൽ നിന്ന് തന്നെ. അപ്പോൾ പ്രതിയേട്ടൻ അതിനിങ്ങനെ ജോയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ്. പൊട്ടിയത് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കെല്ലാം നല്ലത് കൊടുത്തു, പൊട്ടിയത് ഞാൻ എടുത്തു. അപ്പോൾ എന്തായാലും ഞാൻ വേഗം കഴിക്കട്ടെ. സമയം 10:30 ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ലേറ്റായിട്ട് കഴിക്കുന്നത് നല്ലതല്ല എന്ന് എനിക്കറിയാം. എന്നാലും എനക്കെന്നാമോ രാവിലെ ചായ കുടിക്കാൻ പറ്റൂല. പിന്നെ കുറച്ച് പണികളെല്ലാം ഒന്ന് ഒതുങ്ങി സമാധാനത്തിൽ ചായ കുടിക്കണം. ഇന്നിപ്പോൾ അങ്ങനെ പണികളൊന്നും ഒരുങ്ങിയില്ല, എന്നാലും കുറച്ച് പണികൾ ഒരുങ്ങിയതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ റോസ്റ്റ്, സൂപ്പറാണ്. അല്ലെങ്കിൽ പ്രതിയേട്ടൻ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പുകഴ്ത്തി പറയുന്നതല്ല, ഓരോരാൾ കൈപ്പുണ്യല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞ തിരക്ക് പിടിച്ചിട്ട് ഓരോന്നിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല. പക്ഷേ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുവേ. എനിക്ക് ഞാൻ വെക്കുന്ന കറികൾ എനിക്കിങ്ങനെ തോന്നും ശരിയായിട്ടില്ല, അത്ര ടേസ്റ്റ് ആയിട്ടില്ല എന്ന് തോന്നും. പക്ഷേ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ അത് സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനെ. പിന്നെയും ചിക്കൻ മേടിച്ചാലും മക്കൾക്ക് അതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ വെറുതെ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പാനിലിട്ട് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക ചെയ്യലേ. ഇന്നലെ പിന്നെ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേൾക്കുന്നത്, അതെല്ലാം ചേർത്തിട്ട് ആക്കിയതുകൊണ്ട് നല്ല രസമുണ്ടായി. അപ്പം എന്തായാലും ഞാൻ ചായ കുടിക്കട്ടെ. ചോറവിടുന്ന് തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റേഷനരി ഇട്ടിന് ഞാൻ പറഞ്ഞില്ല കുറച്ചേ വേണ്ടു റേഷനരി ഇട്ടെ. അപ്പോൾ അതവിടുന്ന് പറക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് മീൻകറി വെക്കാം കേട്ടോ. ഇത് ഞാൻ ഇന്ന് വറുക്കാന്ന് വിചാരിച്ചിട്ട് ഇതാ തലയോടുകൂടി എടുത്ത് വെച്ചതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവരൊന്നും ഈ സാധനം കഴിക്കൂല. അപ്പം ഞാൻ എല്ലാവരെയും ഈ സാധനം അടിച്ചു മാറ്റിയിട്ട് കഴിക്കും കേട്ടോ, ഈ തലേൻ്റെ. അപ്പോൾ ഇതാ 4 മീൻ നമുക്ക് ഇന്ന് 4 ആൾക്ക് ഓരോന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇന്നിനിപ്പോൾ ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ ഇത് വേഗം ഒരു കറിയാക്കാം. വഴറ്റുമോ ആക്കോ ഒന്നും വേണ്ട. ഞാൻ ഇന്നലെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം കുറച്ച് ആക്കുന്നില്ലേ, ഒരു കഷ്ണം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഉള്ളി ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല, ഒരു ചെറിയ ഉള്ളി എടുത്തിട്ട് അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതാ മുളക്, പഴുത്ത മുളകാണ് കേട്ടോ. ഒരു കഷ്ണം മതിയെന്ന് തോന്നുന്നു, ഭയങ്കര എരിവായിപ്പോ. പിന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ 2 കഷ്ണം കുടംപുളി, പിന്നെ കുറച്ച് ഉലുവ, പിന്നെ ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇന്നലെ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ടാവും. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഇതാ കൈനെ കൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. പുയ്യാപ്പിള ആയതുകൊണ്ട് മുള്ള് ഇറക്കുമെന്ന് ശ്രദ്ധിക്കണം. ഇത് ഏത് മീനും ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ആക്കൽ. പെട്ടെന്നാവും, വഴറ്റും വേണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇതിങ്ങനെ ഞാൻ കൈയെല്ലാം വൃത്തിക്ക് കഴുകിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ സ്പൂൺ കൊണ്ടാണ് ഇളക്കിയിട്ടുണ്ട് അതിന് വീഡിയോ എടുക്കുമ്പോൾ. ഇതാ ഇതേപോലെ കൈ കൊണ്ട് പുരട്ടി എല്ലാം മീനിലേക്കെല്ലാം പുരട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അതിൽ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഏതാണ്ട് ചോറ് തിളച്ചുകൊണ്ട് ഞാൻ വെക്കുന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മീൻ വേവാനില്ലേ ആവശ്യത്തിനില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കും. എന്നിട്ടാകുമ്പം അതൊന്ന് തിളക്കുമ്പോഴത്തേക്ക് വേഗം വേവുന്ന മീനല്ലേ ഇത്. ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാണ് കേട്ടോ. പൊടിഞ്ഞാൽ പിന്നെ തിന്നാൻ പറ്റില്ല, ഭയങ്കര മുള്ളായിരിക്കും. ഇന്നലെ ഞാനില്ലേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മീൻകറി വെക്കുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിനേന്ന്. അപ്പോൾ ഷോർട്ട് വീഡിയോക്ക് വേണ്ട വീഡിയോ എല്ലാം എടുത്തു. പിന്നെ കറി റെഡിയായി. അപ്പോൾ കറി ഓഫാക്കി. എന്നിട്ട് അറിയത്ത് പോയിരുന്നു, ഏട്ടമ്മ വന്നിട്ടുണ്ടായിന്. അങ്ങനെ 2 ആളും കൂടി ഇരുന്ന് വിഷയം പറഞ്ഞ് കുറേ സമയം ഇരുന്നിട്ടുണ്ടാവും. അപ്പം മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഞാനിട്ട് നല്ല മീൻകറിയാണെന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ അവിടെ പോയിരുന്നു. കുറേ കഴിയുമ്പം ഒരു ചട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂടാകുമ്പോൾ ഒരു മണം വരൂലേ, ചട്ടി കരിയുന്നത് പോലെ ഒരു മണം. അന്നേരം ഞാൻ എടുത്തുമ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയെ ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ടില്ലാന്ന് തോന്നുന്നു പറഞ്ഞിട്ട് പിന്നെ ഓടി വന്ന് നോക്കുമ്പോഴത്തേക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് തീ കുറച്ച് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഓഫാക്കേണ്ടതിന് പകരം തിരിച്ച് നേരെ ഓപ്പോസിറ്റേക്ക് തിരിച്ചു. അപ്പോൾ തീ കുറഞ്ഞു. അപ്പോൾ കറി കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ചാറെല്ലാം വറ്റി നല്ല അടിപൊളി കറിയാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പക്ഷേ വൈകുന്നേരത്തെ എല്ലാവർക്കും വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വീണ്ടും തിളപ്പിച്ചിട്ട് ഒന്നും കൂടി അത് കുറച്ച് ഗ്രേവി ആക്കി എടുത്തു കേട്ടോ. പക്ഷെ എന്ത് പറ്റിയെന്നാ അപ്പോഴത്തേക്ക് ഈ മീൻ വീണ്ടും തിളച്ചില്ലേ. അപ്പോൾ ഈ മീൻ മൊത്തം ഇങ്ങനെ പൊടിഞ്ഞു പോയിട്ട് രാത്രി കൂട്ടാൻ നോക്കുമ്പോഴത്തേക്ക് മീനും മുള്ളും എല്ലാം കൂടി ഇങ്ങനെ മിക്സായി ഒരു പരുവത്തിലാണ് ഉണ്ടായിരുന്നു.
അതുകൊണ്ട് ഇതൊന്ന് തിളച്ചപ്പാട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഓഫാക്കാം കേട്ടോ. സിമ്പിളാണ്, ഒരു പണിയുമില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. പക്ഷേ കുറച്ചേ ഉണ്ടാവുമല്ലോ അങ്ങനെ ആക്കി കഴിയുമ്പം, ഒരുപാടൊന്നും ഉണ്ടാവുമൊന്നുമില്ല. എന്നാലും വേറെ എന്തെങ്കിലും കറിയെല്ലാം ഉണ്ടെങ്കിൽ ഇതേപോലെ മുളക് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെന്താ വേറെ എന്തോ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്ക് ഞാൻ ഇതേപോലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നില്ലേ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതിനാണല്ലോ നമ്മളെ കമൻറ്റ് ബോക്സ്. എൻ്റെ കമൻറ്റ് ബോക്സ് എപ്പോഴും ഇങ്ങനെ വെറുതെ ഫ്രീ ആയി കിടക്കലാണ് കേട്ടോ. ആരും ആ ഭാഗത്തേക്കേ വരലില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇനി ഇല്ലെങ്കിൽ ഇല്ലാന്നായാലും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കറിയാമല്ലോ എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. കുക്കിംഗ് ആണോ, അത് ഇതേപോലെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം കാണിച്ചു തരുന്നതാണോ, എങ്ങനത്തെ എല്ലാം ആണെന്ന് ഒന്ന് പറയണം കേട്ടോ. എന്നാലല്ല അതിനനുസരിച്ചിട്ട് വീഡിയോ എടുത്തിടാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണേ, മറക്കാണ്ട് കമൻറ്റ് ചെയ്യണം. ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അടിയിൽ പോയിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ചോറ് തിളച്ചു, ഞാനത് വാങ്ങിയിട്ട് കറി അടുപ്പത്ത് വെച്ചിട്ട് മീൻ മുറിക്കട്ടെ. സമയം ഇങ്ങനെ പോവുകയാണ്, പണികളാണെങ്കിൽ ഒന്നും നടക്കുന്നുമില്ല. ഈ വീഡിയോ എടുപ്പും പണിയും ആകുമ്പം എനിക്കങ്ങനെ വേഗം നടക്കുന്നേ ഇല്ല കേട്ടോ. ഒന്നാമത് നമുക്ക് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ, ഞാനിതെല്ലാം വീഡിയോയിലും പറയുന്നതാണ്, സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം. വെയ്യ എല്ലാം കട്ട് ചെയ്താക്കിയാൽ മതിയല്ലോ. പക്ഷേ ഇത് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കൈമ തന്നെ പിടിച്ചിട്ടല്ലേ. പിന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ പാത്രത്തിൻ്റെ മുകളിലും കുപ്പീൻ്റെ മുകളിലെല്ലാം ചാരി വെച്ചിട്ടാണ് കേട്ടോ എടുക്കൽ. അങ്ങനെയെല്ലാം എടുക്കുന്നത്. പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു ഇൻകം കിട്ടി തുടങ്ങിയിട്ട് വേണം എനിക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതെപ്പം കിട്ടുമെന്ന് എനിക്കറിയില്ല. വാച്ച് അവറിൽ ഇപ്പം ചെറുതായിട്ടൊന്ന് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ വേറെ എന്താ പറയാനില്ലേ, എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പം മഴയെല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. വയനാട്ടിലെ വാർത്തയെല്ലാം എല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരെ കൊണ്ടും പറ്റുന്ന സഹായങ്ങളെല്ലാം എന്തായാലും ചെയ്തിട്ടുണ്ടാവുമെന്ന് പിന്നെ വിശ്വസിക്കുന്നു. നമ്മളും മക്കൾ, അത് ഞാൻ പറയാൻ മറന്നു കേട്ടോ. മക്കൾ അവർക്കൊരു ചെറിയ ഭണ്ണാരം ഉണ്ടായിനി, ഇങ്ങനെ ചില്ലറയും അങ്ങനത്തെ ഇതെല്ലാം ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു വീഡിയോ പറയാം. അയ്യോ, അപ്പോൾ മീൻകറി അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ മുറിക്കാൻ പോയില്ല, അതിന് മുന്നേ ഇത് പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ വയനാട്ടിലെ ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ ടി വിയിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോരാൾ ഹെൽപ്പ് ചെയ്തതും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയും കേട്ടോ. ടി വിയിലും ഫോണിലെല്ലാം കണ്ടിട്ട് ഞാനും പ്രതിയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇപ്പം കുറേ ആയില്ലേ, 2 മാസത്തോളമായി പ്രതിയായിട്ട് പണിയില്ലാണ്ട് വീട്ടിലിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, നമുക്കൊന്നും ഇതുപോലെ എന്തെങ്കിലും, അത് ഒരാൾ ചെയ്യുന്നത് പോലെയെന്നല്ല, എന്തെങ്കിലും ഒരു കുഞ്ഞ് ഹെൽപ്പായാലും നമ്മളെ കൊണ്ട് ചെയ്യണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പണിയും ഇല്ലല്ലോ പ്രതിയായിട്ടാന്ന് പറഞ്ഞു. അന്നേരം പ്രതിയായിട്ടും പറഞ്ഞു, അതന്നെ പണിയില്ലാണ്ടായിപ്പോയില്ലേ എന്നെല്ലാം പറഞ്ഞു. അപ്പം അത് നന്ദു പറയുന്നത്, പിന്നെ അമ്മ എൻ്റെ ഭണ്ണാരം ഇല്ലേ അമ്മേ, ഭണ്ണാരം മീൻസ് എന്താ പറയുക, കുടുക്ക, സമ്പാദ്യ കുടുക്കില്ലേ, അതില്ലേ അമ്മേ, അത് കൊടുത്താലോ എന്ന് പറഞ്ഞേ. അന്നേരം ഞാൻ പറഞ്ഞു, പിന്നെ നന്ദുവിന് ഇങ്ങനെ കിട്ടുന്ന പൈസ, നന്ദുവിനും ദേവുവിനും ഇപ്പം പയ്യന്നൂർ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മമ്മമാർ എല്ലാം ഇങ്ങനെ ചില്ലറയെല്ലാം കൊടുക്കുവേ, എന്തെങ്കിലും വാങ്ങിക്കോ ഇല്ലെങ്കിൽ ഭണ്ണാരത്തിലിട്ടെന്നിട്ട് കൊടുക്കും. അപ്പോൾ അവരത് കൊണ്ടുവന്നിട്ടൊന്നും വാങ്ങുമൊന്നുമില്ല അങ്ങനെ. പിന്നെ അത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് വെക്കുക ചെയ്യുക. പിന്നെ വിഷുവിന് കൈ നീട്ടം കിട്ടുന്ന പൈസ അങ്ങനെയെല്ലാം ഇട്ട് വെക്കുവേ. എന്നിട്ട് ഇങ്ങനെ പൈസ ആയിട്ടാകുമ്പം സ്കൂൾ തുറക്കാനാകുമ്പോൾ പിന്നെ ആ പൈസ നമ്മൾ എടുക്കും കേട്ടോ. ഇങ്ങനെ എന്താ യൂണിഫോം വാങ്ങാൻ അല്ലെങ്കിൽ പുസ്തകം വാങ്ങാൻ അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കലാണ് സാധാരണ. അപ്പം ഇപ്പം ഉണ്ടായ പൈസ യൂണിഫോം വാങ്ങാനാണോമോ ഞാൻ ആ സ്കൂൾ തുറക്കുന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിന്. പിന്നെ എന്നിട്ട് അത് പക്ഷേ ഇങ്ങനെ തുറന്നെടുക്കാൻ പറ്റുന്ന ഒരു കുപ്പിയിൽ ഞാനിങ്ങനെ ഹോളിട്ടിട്ട് ആക്കി കൊടുത്ത ഭണ്ണാരമായിരുന്നു കേട്ടോ. അപ്പം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാനായാലും പെട്ടെന്ന് ഒരു 50 രൂപയെല്ലാം അതിൽ നിന്ന് എടുക്കും കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം എടുത്തതിന് ഇപ്പോഴും നന്ദു പറഞ്ഞു കൊടുക്കും, അമ്മ മീൻ വാങ്ങാനല്ലേ അതിൽ നിന്ന് പൈസ എടുത്തിട്ട് തീർത്തതിന്. അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കൊരു ഭണ്ണാരം തന്നെ മേടിക്കാം എന്നിട്ട് ഞാനന്ന് സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരു ഭണ്ണാരം വാങ്ങിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൽ കുറച്ച് ചില്ലറയും അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയാലും അമ്മമ്മമാർ അപ്പം വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതും കൊണ്ടുവന്ന് അതിൽ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ നന്ദു ഇങ്ങനെ പറഞ്ഞു എന്നോട്, അമ്മ അത് കൊടുത്താലോ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, മോളെ അത്രയൊന്നും പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ദേവു എന്നോട് പറഞ്ഞു, അമ്മ എൻ്റെ പേച്ചിയും കൊടുത്തോ അമ്മേ, അമ്മമ്മ അപ്പം മേച്ചോ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ലേ, പക്ഷെ അമ്മ അപ്പം മേച്ച് തന്നിട്ടില്ലല്ലോ, എൻ്റെ പേച്ചിയും കുത്തോ എന്ന് പറഞ്ഞു കേട്ടോ ദേവു. അങ്ങനെ പിന്നെ നമ്മൾ ചോദിച്ചു, അപ്പോൾ നമുക്ക് സന്തോഷമായി കേട്ടോ. മക്കളങ്ങനെ പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ സന്തോഷമായിട്ട്
ഞാൻ അതിൻ്റെ ഒരു ചേച്ചിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട് മക്കൾ, പക്ഷേ അതിൽ അങ്ങനെ വലിയ പൈസയൊന്നും ഉണ്ടാവില്ല. അന്നേരം അവർ പറഞ്ഞു അതിലൊന്നും കാര്യമില്ല, മക്കൾക്ക് അങ്ങനെ പറയാൻ തോന്നിയത് തന്നെയല്ലേ വലിയ കാര്യം, നമ്മൾ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ വൈകുന്നേരം അത് വന്ന് കളക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ എത്രയാണ് പൈസ ഉണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല, അവർ നോക്കിയിട്ടുണ്ട്, അവർക്ക് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ മക്കളൊരു കുഞ്ഞു സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ ഇപ്പോൾ സ്കൂളിലേക്ക് പിന്നെ സ്കൂളിൽ നിന്നും അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടാവുന്ന ഒരു ചെറിയ പൈസ അങ്ങനെ സ്കൂളിലേക്ക് രണ്ടാൾക്കും കൊടുത്തയച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതുപോലെ നിങ്ങളും എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും അറിയാം. ഓരോരോ ആൾക്കാർക്കും കഴിയുന്ന ഓരോ തരത്തിലല്ലേ, ഓരോ തരത്തിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വയനാടിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടല്ലേ എല്ലാവരും. ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ, ഓരോരാൾ ചെയ്തു കൊടുക്കാന്ന് പറയുന്ന കാര്യങ്ങൾ കാണുമ്പോൾ, ന്യൂസിൽ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നില്ലേ നമ്മളെ കേരളത്തിനെ കുറിച്ചിട്ട് ഓർത്തിട്ട്. ഞാനെല്ലാം ഫോണിൽ ഇങ്ങനെ കാണുമ്പോൾ ഓരോ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഓരോരാളും ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കുന്നത് കാണുമ്പോൾ, പിന്നെ ഇത്ര സ്ഥലം കൊടുക്കുക അല്ലെങ്കിൽ ഇത്ര വീട് വെച്ച് കൊടുക്കുക എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടല്ലേ, ആ ഒരു ഒത്തൊരുമ എല്ലാവരും ഇല്ലേ. അപ്പം എന്തായാലും പഴയതുപോലെ വയനാട്ടുകാരെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പണികളിലേക്ക് കിടക്കട്ടെ. 11:15 സമയം. പൃഥ്വിയേട്ടൻ ഷേവെല്ലാം ചെയ്ത് വന്നിട്ടുണ്ടായിനി, എന്നിട്ട് ഒരു അത്യാവശ്യത്തിന് പോയിട്ടുണ്ട് കേട്ടോ. അതൊന്നും പിന്നെ ആ പോകേണ്ട തിരക്കിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല, വേഗം വന്ന് കുളിച്ച് ഇതാക്കിയിട്ട് അങ്ങ് പോവുക ചെയ്തത്. മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഈ ചിക്കനൊന്ന് മസാലയെല്ലാം പുരട്ടി അവിടെ വെക്കാം, വൈകുന്നേരം കറിയാക്കാമല്ലോ. അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഇതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക്, ലേശം ചിക്കൻ പൊടി, പിന്നെ ആവശ്യത്തിനില്ലേ ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അവിടെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. വൈകുന്നേരം കറി ആക്കൂല. അപ്പോൾ ഇതാ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ വെള്ള കളർ പോലെയുണ്ടല്ലേ, ഒരു ചുവപ്പ് കളർ കാണുന്നേ ഇല്ല, ഭയങ്കരം ചുവപ്പില്ല, എന്നാലും ചുവപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് കാശ്മീരി മുളക് കൂടി ഇല്ല. ഇതിന് ഫ്രിഡ്ജിൽ വെക്കാം. കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴുകി, അപ്പോൾ പാത്രമെല്ലാം കഴുകി കുളിച്ചിട്ട് വരാം കേട്ടോ. അത്യാവശ്യം പണികളെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ഇല്ല പണി. അപ്പോൾ ഇനി കുളിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് പഠിക്കാനാവുമോ നോക്കട്ടെ. അപ്പോഴേക്ക് വേണമെങ്കിൽ പൃഥ്വിയേട്ടൻ വരും. ഇപ്പം തന്നെ സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇതാ നെയ്ച്ചോറാക്കാൻ വേണ്ടിയിട്ട് അടുത്തമ്മേനോട് ബീൻസ് കൊണ്ടുതരാൻ പറഞ്ഞിട്ട് കൊണ്ടു തന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഇലയില്ലേ, നല്ല മണമായിന്. നമ്മൾ ബിരിയാണി ചെപ്പ് എന്ന് പറയില്ല, ഇത് ചിക്കൻ കറിയിലും നെയ്ച്ചോറിലും ബിരിയാണിയിലെല്ലാം ഇട്ടാലും നല്ല ഫ്ലേവറുമാണ്, നല്ല സ്മെല്ലുമാണ് കേട്ടോ. അപ്പം കുളിക്കട്ടെ, അല്ല പാത്രം കഴുകിട്ട് എന്നിട്ട് കുളിക്കാം. കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. കുളി കഴിഞ്ഞിട്ടുമില്ലേ, ആ മീനിൻ്റെ ഒരു സ്മെല്ല്, നല്ല സോപ്പും ഷാമ്പൂ എല്ലാം തേച്ചിനെ, എന്നാലും എനിക്കെന്തോ ഒരു സ്മെല്ല് പോവാത്തത് പോയി. നല്ല സ്മെല്ലാണേ. ഇതില്ലേ ഖാദിന്ന് വാങ്ങാൻ കിട്ടുന്നൊരു പൊടിയാണ് കേട്ടോ, നല്ല സ്മെല്ലാണ്. നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മളെ ഈ ഇടിയെല്ലാം തടവി കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ്. സൂര്യയാണ് കേട്ടോ ഇത് പറഞ്ഞു തന്നെ, ഓളിത് ഉപയോഗിക്കലുണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്മെല്ലാണ് കുളിച്ച് കഴിഞ്ഞിട്ടല്ലേ ഇത് യൂസ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ചോദിച്ച സമയത്ത് ഓളൊരു പ്രാവശ്യം തളിപ്പറമ്പെന്ന് ഖാദിന്ന് വാങ്ങി തന്നെയാണ് കേട്ടോ. എന്തോ ഒരു പേരുണ്ടായിരുന്നു, അതെല്ലാം പറഞ്ഞു പോയി. അപ്പം ഇതിന് നല്ല സ്മെല്ലാണ്. ഇനി ഞാനൊന്ന് അപ്പുറത്തെ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് വരാം കേട്ടോ. അമ്മ ഒരു സ്പെഷ്യൽ സാധനം ആക്കുന്നുണ്ട്. പിന്നെ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കണേ. അതുണ്ടെങ്കിൽ നമുക്ക് ഒരു പറ ചോറുണ്ടാന്നെല്ലാം പറയില്ലേ, അത്രയും ചോറുണ്ടാ, അത് മാത്രം മതി. അപ്പം അമ്മ നേരത്തെ ഇങ്ങനെ ഏട്ടത്തിനോട് പറയുന്ന കേട്ടിന് അതാക്കാന്ന്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞേ, അമ്മയെ അത് കേട്ടേരം എനക്കും വായിന്ന് വെള്ളം വരുന്നത്, അതുകൊണ്ട് കുറച്ച് എനക്കും തരണേ. പിന്നെ അമ്മ അതാക്കുമ്പോൾ എന്നെ വിളിക്കണം, പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം പോയിട്ട് അമ്മ അതാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. പൃഥ്വിയേട്ടന് എത്തിയില്ല, വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു. ഞാനിപ്പം വിളിച്ചേരം വണ്ടിയിലുള്ളത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഇത്രയും സമയം നല്ല വെയിലായിരുന്നു, ഇപ്പം വെയിലെല്ലാം പോയി ആകെ മൂടിക്കെട്ടിയ അവസ്ഥ ആവുന്നുണ്ട്. മഴ പെയ്യുമോ എന്നറിയില്ല. അപ്പം ഞാനെന്തായാലും അമ്മേൻ്റെ അടുത്ത് പോയിട്ട് വരാം കേട്ടോ.
ഇനിയിപ്പം പറഞ്ഞ് പ്രതിയായിട്ടും വന്ന് ചോറെല്ലാം ഉണ്ടാകുമ്പോഴത്തേക്ക് മോളെ കൂട്ടാൻ പോകേണ്ട സമയമാവും. പിന്നെ മോള് വന്നാൽ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം അവളോട് കളിച്ച് പിന്നെ ട്യൂഷനാവും. തിരക്കന്നെ. ഇന്നും എൻ്റെ പഠിത്തമൊന്നും നടക്കില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റത്തിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് കഞ്ഞിവെള്ളം വേണം. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ വാളം പുളിയില്ലേ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ പിന്നെ ഒരു ഉണക്കമുളകില്ലേ, ഉണക്കമുളക് എടുത്തിട്ട് നമ്മളെ തീക്കനലിൽ അടുപ്പിൽ തന്നെ ഇട്ടിട്ട് അമ്മ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു 2 ഉണ്ടമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചുട്ട് വെച്ച ആ മുളകില്ലേ, അല്ല അതിന് മുന്നേ പിന്നെ ഉള്ളി മുറിച്ചിടുന്നുണ്ട് കേട്ടോ. അത് ചെറിയ ഉള്ളിയോ വലിയുള്ളി ഏതായാലും മുറിച്ചിടാം. ഒരു കഷ്ണം ഉള്ളി മുറിച്ചിടുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ആ ചുട്ട് വെച്ച ആ മുളകില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനില്ലേ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടില്ലേ, ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഞെരടി കൊടുക്കണം. കൈ കൊണ്ട് തന്നെ ഞെരടി എടുക്കണം കേട്ടോ. നമുക്ക് സ്പൂണിട്ട് ഇളക്കിയാലൊന്നും ഇതിൻ്റെ ആ ടേസ്റ്റ് കിട്ടൂല, ഇതെല്ലാം കൂടെ മിക്സായി കിട്ടൂല. അപ്പോൾ ഫൈനലായിട്ട് ഇതാ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിനി ഉപ്പും പറങ്കിയും താളിക്കുക എന്നല്ലാന്ന് പറയൽ. അതെ, ഇപ്പം കാണുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇത് മാത്രം മതി ചോറുണ്ണാൻ, വേറെ ഒരു കറികളും വേണ്ട കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ആക്കിയപ്പാടന്നെ ഇതാ ഞാനെടുത്തിട്ട് ടേസ്റ്റ് നോക്കുന്നുണ്ട്. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പം അമ്മയും അടുത്തമ്മയും അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അവർ ചോറുണ്ണാൻ വേണ്ടി നോക്കലാണ്. എന്നോട് പറഞ്ഞു ഇവിടുന്ന് ചോറുണ്ടോ ഇതെല്ലാം കൂട്ടിയിട്ട്. ഞാൻ പറഞ്ഞു വേണ്ട, പ്രതിയേട്ടൻ വന്നിട്ട് ഉണ്ണാ, അതൊക്കെ കുറച്ച് വീട്ടിലേക്ക് തന്നാൽ മതിയെന്ന്. അപ്പം മിക്കവാറും ടേസ്റ്റ് നോക്കിയിട്ട് തന്നെ ഞാനത് തീർക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒന്നും കറിയില്ലാത്ത സമയത്ത് ഈ ഐറ്റം എല്ലാം എന്തായാലും വീട്ടിലുണ്ടാവുന്നതല്ലേ. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് ഇതുപോലെ കഞ്ഞിവെള്ളത്തിൽ തന്നെ ആക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അന്നേരമാണ് അമ്മ ഉപ്പിലിട്ട മാങ്ങയെടുത്ത് മുന്നിൽ വെച്ചത്. ഉപ്പിലിട്ട മാങ്ങയും പിന്നെ ഉപ്പിലിട്ട മുളകിനോട് എനിക്ക് താല്പര്യമില്ല. മാങ്ങ എൻ്റെ ജീവനാണ് കേട്ടോ. അങ്ങനെ ഞാനിത് ആ മാങ്ങയും കോരി തിന്നാൻ തുടങ്ങി. എൻ്റെ അമ്മോ, ടേസ്റ്റ് എന്നെല്ലാം പറഞ്ഞാലില്ലേ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ഉപ്പും പുളിയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു 2-3 വട്ടം ഞാൻ ആ മാങ്ങയും കോരി തിന്നു, അതിൻ്റെ വെള്ളവും കുടിച്ചു. ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ആർത്തിയാന്ന് വിചാരിക്കണ്ട, ഇതെല്ലാം വല്ലപ്പോഴും കിട്ടുന്നതല്ലേ. എൻ്റെ അടുത്ത മാങ്ങയെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെത് മോശമായിപ്പോയി എന്നാണ് ഞാൻ അമ്മയോട് പറയുന്നത്. ഒരു കുപ്പിയിലിട്ട് വെച്ചത് മോശമായിപ്പോയി. അങ്ങനെ ഞാനിതാ കുറച്ച് ഉപ്പിലിട്ട മാങ്ങയും നമ്മളെ ഉപ്പും പറങ്കിയും താളിച്ചതും എടുത്തിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിട്ട് അതെല്ലാം അവിടെ വെച്ചിട്ടാകുമ്പം കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചു. പ്രതിയാടിന് എത്തിയില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. പഠിത്തം എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഫോൺ വെച്ചിട്ട് പഠിക്കുമ്പോൾ അത്ര കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല കേട്ടോ. എന്നാലും ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വായിച്ചാണ്. പിന്നെ ഞാൻ വീഡിയോ ഓഫാക്കിയിട്ട് കുറച്ച് സമയം ഇരുന്ന് പഠിച്ചു. സമയം 2:45 കേട്ടോ. അപ്പോൾ ഇത്രയും സമയം ഞാൻ പ്രതിയാടിനെ വെയിറ്റ് ചെയ്തിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞ് ഇപ്പോൾ ചുഴലി എത്തിയിട്ടുണ്ട് അത്ര. പിന്നെ ഇനി മോളെയും കൂട്ടിയിട്ട് തന്നെ വരാം. 3 മണിയാകുമ്പോൾ മോളെ കൂട്ടാൻ പോകണം. മോളെയും കൂട്ടിയിട്ട് തന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാം. ഇനി മോള് വന്നാൽ ഒക്കെ എന്തെങ്കിലും കൊടുത്ത് പിന്നെ ഓളൊക്കെ എടുത്ത് ഉറക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഇല്ലെങ്കിൽ ഓള് സന്ധ്യക്കേ കിടന്നുറങ്ങും. അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ നെയ്ച്ചോറും ചിക്കൻ കറി ആക്കുന്നതാണ്, അത് ബിരിയാണി ആക്കിയാലോ എന്ന് ആലോചനയിലുണ്ട് കേട്ടോ. പക്ഷെ ചെറിയ കറി പീസുകളാണ്, കുഞ്ഞു കുഞ്ഞു പീസ്. എന്നാലും ഒന്ന് ബിരിയാണി പോലെ ആക്കിയാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഉറപ്പായില്ല, പ്രതിയായിട്ട് വന്നിട്ട് ചോദിച്ചിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കാം. ഇനി ഇരുന്നാൽ പിന്നെ ദേവൂട്ടീനെ ഉറക്കി അപ്പോഴത്തേക്ക് ട്യൂഷൻ കുട്ടികൾ വരും, അങ്ങനെയെല്ലാം ആകുമ്പോഴത്തേക്ക് നേരം വൈകും. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ. ഇതാ നല്ല പുയ്യാപ്പിള കറിയുണ്ട്. പിന്നെ 2-3 പീസ് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞ്. പിന്നെ നമ്മളെ മെയിൻ ഐറ്റം ഉപ്പും പറങ്കിയും താളിച്ചത് കേട്ടോ. പിന്നെ ഇത് ഉപ്പിലിട്ട മാങ്ങ. ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ വായിൽ വെള്ളം വന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ. ശരിക്ക് ഈ ചോറുണ്ണാൻ ഈ കറികളെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതാ ഒരു ഉപ്പും പറങ്കി ഇതിങ്ങനെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഈ പുളിയെല്ലാം എടുത്ത് തന്നെ അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് ചോറിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ച് തിന്നാൽ എൻ്റെ ദൈവമേ. പിന്നെ ഇത് ഉപ്പിലിട്ട മാങ്ങ, അതിൻ്റെ വെള്ളം ഒരു രക്ഷയില്ല. വെറുതെ മീൻകറിയെല്ലാം എടുത്തു, ഇത് മാത്രം മതി. ഇതാ ഈ കാന്താരി മുളകില്ലേ, കാന്താരി മുളകല്ല, നമ്മൾ ഈ ഉണക്കമുളകില്ലേ,
അത് ഈ ചോറിൻ്റെ അകത്തേക്ക് ഇട്ട് ഇങ്ങനെ ഞെരടി കുറച്ച് ഉള്ളിയും പുളിയും കാന്താരിൻ്റെ ഒരു പീസും എല്ലാം കൂടെ അയ്യോ ടേസ്റ്റ് അത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ, എന്നാൽ മാത്രമേ പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ. ഒരു രക്ഷയില്ല, അടിപൊളി. പിന്നെ ഞാനിന്ന് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയാൽ എന്തായാലും ഈ ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് എന്ത് ചെയ്താലും കിട്ടൂല. അപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് കറിയൊന്നും ആയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഉപ്പും പറക്കി തളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ ആക്കുക. ഭയങ്കര ഇഷ്ടമാണ്. അത് കഞ്ഞിവെള്ളത്തിലും കൂടെ ആക്കുമ്പം ഭയങ്കര ടേസ്റ്റാണേ. അപ്പം എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ. സമയം 6 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. ട്യൂഷനെല്ലാം കഴിഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ തുടങ്ങിയാലില്ലേ ഉച്ച വരെ നല്ല കറക്റ്റായിട്ട് എല്ലാം ഓർമ്മയുണ്ടാവും. ഫുഡ് കഴിക്കുന്നവരെ ഓർമ്മയുണ്ടാവും. ഫുഡ് കഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും ഫോണും വെച്ചിരുന്നാൽ പിന്നെ ഞാൻ ആ കാര്യം മറന്നു പോകും കേട്ടോ, ഡേ ഇൻ മൈ ലൈഫ് എടുത്തിനിന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ മക്കൾ വന്നതോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. മക്കൾ എന്നിട്ട് ഇപ്പം അപ്പുറത്ത് ആമീരുടെ അടുത്ത് കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവർ വന്നതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. പൃഥ്വിയേട്ടനും വന്നത് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തോ ആവശ്യത്തിന് ആദ്യം പൃഥ്വിയേട്ടൻ പോയി. അപ്പോൾ ഇപ്പം ഞാനേ ഇല്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ വേഗം നമ്മൾ ബിരിയാണീൻ്റെ പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും നമ്മൾ നേരത്തെ ചിക്കൻ ഇല്ലേ, ആ ചിക്കനിൽ ഞാൻ കുറച്ചും കൂടെ മസാലയിലിട്ടിട്ട് ഞാൻ ബിരിയാണി ആക്കാന്നുള്ള ഇതിലാണ് കേട്ടോ. ഒരു തട്ടിക്കൂട്ടി ബിരിയാണി ഉണ്ടാക്കി നോക്കാം. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ആക്കി നോക്കാമെന്ന് വെച്ചിട്ട് അതിൽ കുറച്ചും കൂടെ ഇഞ്ചിയും നേരത്തെ പേസ്റ്റ് അല്ലേ ഇട്ടെ, കുറച്ചും കൂടി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണീൻ്റെ വീഡിയോ ഞാനൊരു വേറെ തന്നെ പോസ്റ്റ് ചെയ്യും കേട്ടോ. അതിൽ കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ബിരിയാണീൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കട്ടെ, എന്നിട്ട് ആക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മളെ സ്പെഷ്യൽ തട്ടിക്കൂട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അത് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുക. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 1 മണിക്കൂറിനടുപ്പിച്ച് ഒരു 50 മിനിറ്റ് എന്തായാലും എൻ്റെ വീഡിയോ ഉണ്ടാവും. ആദ്യമായിട്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാടാണ്. ഞാൻ എടുത്ത് വെച്ചേരം ഒരു 1 മണിക്കൂർ 1.25 മണിക്കൂർ ഉണ്ടായിന്. പരമാവധി ഞാൻ കട്ട് ചെയ്താണ് കേട്ടോ ഇത്രയെങ്കിലും ആക്കിയത്. അങ്ങനെ നമ്മളെ അടിപൊളി ബിരിയാണി എല്ലാം റെഡിയായി, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിയെല്ലാം കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. കുറച്ച് എല്ലാവരും കഴിച്ചിട്ടുള്ളൂ, ഒരുപാട് ലേറ്റ് ആയില്ല അതായിരിക്കും. അപ്പോൾ നാളത്തേക്ക് ബാക്കിയുണ്ട്, ബാക്കി നാളെ ചൂടാക്കി കഴിക്കുക. മക്കൾ എണീറ്റിട്ട് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും കിടന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.